ഹായ് ഗൈസ്, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. ആരെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കണ്ട റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ല് വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 3 കളർ കമ്പിളി നൂലാണ് എടുത്തിരിക്കുന്നത്, അതായത് വുളൻ ത്രെഡ്. കിളികൾ ഉണ്ടാക്കാനും കിളിക്കൂട് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ കിളിക്കൂട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗ്ലൂ ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ കമ്പിളി നൂല് മുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. ഞാനിവിടെ ഡിസ്പോസിബിൾ ബൗളാണ് എടുത്തിരിക്കുന്നത്, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. അതിൽ ഈ കാണുന്ന രീതിയിൽ ഈ നൂല് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പോംപോംസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വിരലിൽ തന്നെയാണ് ചുറ്റി കൊടുക്കുന്നത്. ഇതിങ്ങനെ 40 പ്രാവശ്യം നമ്മൾ ചുറ്റി കൊടുക്കാം. ഇതിൻ്റെ നടുക്കിലായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം ഇത് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ മടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് ഒരു ബോളിൻ്റെ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോംപോം നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കളർ യൂസ് ചെയ്തിട്ട് പോംപോം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോംപോമില്ലേ, അതിനേക്കാളും കുറച്ച് വലിയ സൈസ് വേണം. അതുകൊണ്ട് ഞാൻ ഈ 2 വിരലുകളും കുറച്ചൊന്ന് അകത്തി പിടിച്ചിട്ടാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്. ഇതുപോലെ ലൈറ്റ് ബ്ലൂ കളർ വെച്ച് 40 പ്രാവശ്യം ചുറ്റി കൊടുത്തു. ഇനി അതിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ഒരു 20 പ്രാവശ്യം നമ്മൾ ചുറ്റി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ നടുക്കിലായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. നമ്മൾ നേരത്തെ പോംപോം ഉണ്ടാക്കിയില്ലേ, ആ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ഇനി നമുക്കിത് ഒരു കിളിയുടെ പോലെ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അത് വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് കൊക്കും ചിറകൊക്കെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, ഓറഞ്ച് കളറുള്ളതും ബ്ലൂ കളറുള്ളതും. നമ്മൾ ആദ്യം തന്നെ കൊക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ഫോം ഷീറ്റ് ചേർത്ത് വെച്ചിട്ട് ഞാനിവിടെ ചിറകിന് വേണ്ടി കട്ട് ചെയ്യുകയാണ്. 2 എണ്ണം ചേർത്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരേ സൈസിലുള്ള 2 ചിറക് ഒരുമിച്ച് കിട്ടുമല്ലോ. ഇതിനേക്കാളും ചെറിയ സൈസിലുള്ള 2 ചിറകുകൾ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ വാല് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ ചെറിയ സൈസിലുള്ള ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ബീഡ്സ് ആണ്. ഈ രീതിയിൽ ഒരു കിളി കൂടി ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് എഗ്ഗ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കോട്ടൺ ആണ് യൂസ് ചെയ്യണത്. പഞ്ഞിയില്ലേ, അത് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിയണ സമയത്ത് നമ്മൾ ഏകദേശം ഒരു എഗ്ഗിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചുറ്റും. ഇതിന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ രീതിയിൽ 2 എഗ്ഗ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ച കിളിക്കൂട് എന്തായെന്ന് നമുക്ക് നോക്കാം. ഇത് കുറേ സമയം ഉണങ്ങാൻ വെക്കണം കേട്ടോ. ഒരു 5-6 മണിക്കൂർ നമ്മൾ ഉണങ്ങാൻ വെച്ചാൽ മാത്രമാണ് ഇത് നല്ല ഹാർഡായിട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിളികളും അതിൻ്റെ എഗ്ഗുകളും ഒക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഇത് നമുക്ക് ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഇപ്പോൾ ലവേഴ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ വീട്ടിൽ നല്ല ഷോ പീസായിട്ട് വെക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എഫോർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ചാനലുണ്ട്, കണ്ടു നോക്കാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്